റെഡി 1 2 3 സ്റ്റാർട്ട്. നിനക്ക് ചാള? അയ്യോ ചാള ഇന്നില്ല, അതാണ് ഇന്നത്തെ വിഷയം. അഫ്സലേ, അപ്പൊ ഇന്നെന്ത് വെറൈറ്റി? ഒന്നുമില്ല. എന്ത് ഇന്നലെ ചാളയടാ ഞാൻ 1 കിലോ 150 രൂപ പുതുച്ചറ മാർക്കറ്റിൽ കൊടുത്തറിയാം. ആ വിലയ്ക്ക് എവിടെയും കിട്ടത്തില്ല. എന്നിട്ട് പേടിയ ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പുതുച്ചറ തന്നെ ആ ചാള തീർന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഇന്ന് ചാള എടുക്കാൻ പോയതാ. രാത്രി നെയ്ച്ചാള പിടിക്കുന്ന ഒരു സമയമുണ്ട്. വാടിയിലെ മീനാണ്, വാടിയിലെ ഫ്രഷ് വാടിയിലാണ് നെയ്ച്ചാള പിടിക്കുന്നത്. അപ്പോൾ ആ മീൻ എടുക്കാൻ പോയപ്പോൾ ചാളയ്ക്ക് എൻ്റെ പൊന്നോ എന്തൊരു വില, എന്തൊരു തെള്ള്, ഇത് എവിടെ കൊണ്ടുപോകുന്നടാ. ഈ മീൻ വിഷമാണെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഈ മീൻ എവിടെ പോകുന്ന ആലോചിക്കും. ഇങ്ങനെ വാടിയിൽ ഇങ്ങനെ നിൽക്കുക, മീൻ എന്താ എടുക്കും, നമ്മളെ കസ്റ്റമേഴ്സിന് എന്താ മീൻ കൊടുക്കുമെന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വെള്ളം ഇങ്ങനെ വരുന്നു. ആ വെള്ളം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിപ്പോയി നോക്കിയപ്പം നല്ല അടിപൊളി ചൂരയാണ് ഞാൻ കണ്ടത്. നല്ല വെട്ടിക്കെട്ട് ചൂര എന്ന് പറഞ്ഞാൽ വെട്ടിക്കെട്ട് ചൂര. അപ്പം ഞാൻ ആലോചിച്ച് ഇനി ഏത് വിലയാലും ഈ ചൂര ഞാൻ പൊക്കിയെടുക്കണം, എനിക്ക് വേണോ അത്. അങ്ങനെ വിചാരിച്ച എത്രയോ ആൾക്കാരുണ്ട് അവിടെ മീൻ വാങ്ങാൻ. അപ്പം നമ്മുടെ മാർക്കറ്റിലാണ് ആ ചൂര എത്തി. ആകെ 4 കൊട്ട മീനാണ് വന്നത്. 4 കൊട്ട മീൻ ഞാൻ വിളിച്ചെടുക്കത്തുള്ളൂ. ഇതാണ് സാധനം, നല്ല കരിമ്പ് ചൂര. എന്താ വൃത്തിയിടാ. അപ്പോൾ ഈ ചൂര നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ എവിടെ വരണം എന്നറിയാമല്ലേ? പുതിച്ചറ മാർക്കറ്റ് വന്നാൽ മതി രാവിലെ. പിന്നെ ചൂട കഴിഞ്ഞാൽ നമ്മൾ 9:15 മൈലാപ്പൂർ മാർക്കറ്റിൽ നമ്മൾ സാധനം കൊണ്ടുവരും. മീൻ ഉണ്ടെങ്കിലേ ഉള്ളേ, അല്ലെങ്കിൽ ഇവിടെ തീരും. സാധാരണ ഇന്നലെ ചാളയൊക്കെ ഇവിടെ തീർന്നു. അപ്പം നേരത്തെ പുതിച്ചറ മാർക്കറ്റിലെത്തിയാൽ നിങ്ങൾക്ക് നേരത്തെ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാം. പിന്നെ അതിനുശേഷം 9:15 ഉണ്ടെങ്കിൽ കാണും. തീരുമ്പോൾ ഒന്നും പറയരുതേ. അപ്പോൾ നല്ല ഊണ് കഴിക്കാൻ, ഈ ചൂര വെച്ച് നല്ല ഊണ് കഴിക്കാൻ മൈലാപ്പൂർ പുതിച്ചറ മറക്കല്ലേ. ഞാനവിടെ കാണും ഈ ചൂരയായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം.